സംസ്ഥാന എൻസിപിയിൽ പ്രതിസന്ധി രൂക്ഷമാക്കി അജിത് പവാർ പക്ഷത്തിന്റെ ഇടപെടൽ. ഒന്നുകിൽ എൻഡിഎയുടെ ഭാഗമായ തങ്ങളുടെ എൻസിപിയിൽ ചേരണമെന്നും ഇല്ലെങ്കിൽ ഉടൻ എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്നും ചൂണ്ടിക്കാട്ടി എ.കെ. ശശീന്ദ്രനും തോമസ് കെ തോമസിനും പ്രഫുൽ പട്ടേൽ കത്തയച്ചു. എന്നാൽ തങ്ങൾക്ക് ചിഹ്നം അനുവദിച്ചത് പ്രഫുൽ പട്ടേലല്ല, ശരത് പവാറാണെന്ന് എൻസിപി സംസ്ഥാന അധ്യക്ഷൻ തോമസ് കെ തോമസ് മീഡിയ വണിനോട് പറഞ്ഞു. ആഭ്യന്തര പ്രശ്നം മൂലം നട്ടം തിരിയുകയായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സംസ്ഥാന എൻസിപി. മന്ത്രിസ്ഥാന തർക്കത്തിനൊടുവിൽ തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷനാക്കി ശരത് പവാർ താൽക്കാലികമായി പ്രശ്നം പരിഹരിച്ചു. പി.സി. ചാക്കോയ്ക്ക് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം തെറിക്കുകയും ചെയ്തു. വലിയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് എൻഡിയുടെ ഭാഗമായ അജിത് പവാർ പക്ഷം ഒരു കത്തുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എലത്തൂർ എം.എൽ.എ. എ.കെ. ശശീന്ദ്രനും കുട്ടനാട് എം.എൽ.എ. തോമസ് കെ തോമസും ഒന്നുകിൽ എൻഡിയുടെ ഭാഗമായ എൻസിപിയിൽ ചേരണമെന്നാണ് പ്രഫുൽ പട്ടേലിന്റെ കത്തിൽ പറയുന്നത്. ഇല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കകം എം.എൽ.എ. സ്ഥാനം രാജിവെക്കണമെന്നാണ് മുന്നറിയിപ്പ്. ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകുമെന്ന ഭീഷണിയും കത്തിലുണ്ട്. എൻസിപിയുടെ ക്ലോക്ക് ചിഹ്നവും പാർട്ടിയുടെ പേരും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അജിത് പവാറിനാണ് നൽകിയിരിക്കുന്നത്. കേരളത്തിലെ എൻസിപിയുടെ 2 എം.എൽ.എമാരും മത്സരിച്ച് ജയിച്ചത് ക്ലോക്ക് ചിഹ്നത്തിലാണ്. അതുകൊണ്ട് അജിത് പവാർ പക്ഷത്തിന്റെ പുതിയ നീക്കത്തിൽ ചെറിയ ആശങ്ക സംസ്ഥാന പാർട്ടി നേതാക്കൾക്കുണ്ട്. എന്നാൽ തങ്ങൾക്ക് ചിഹ്നം അനുവദിച്ചത് ശരത് പവാറാണെന്ന വാദമാണ് സംസ്ഥാന അധ്യക്ഷൻ തോമസ് കെ തോമസ് മുന്നോട്ട് വെക്കുന്നത്. പിന്നെ ഇവർക്ക് പേര് കിട്ടാൻ വേണ്ടി ഓരോ നമ്പർ, ഓരോരുത്തർക്ക് വേറെ പണിയൊന്നും ഇല്ലാതെ കേരളത്തിൽ കുറച്ച് പേര് ഇരിപ്പുണ്ട്. അവരുടെ ഓരോ നമ്പരെന്നേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ ഇപ്പൊ 100% 2 എം.എൽ.എമാരും പവാർ സാഹിബിനോടാണ് നിൽക്കുന്നത്. പിന്നെ അവിടെ കൂറുമാറ്റം വരുന്നില്ലല്ലോ. ഇടതുമുന്നണിയിൽ പ്രതിസന്ധി ഉണ്ടാക്കാൻ ബി.ജെ.പിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു കത്ത് അജിത് പവാർ പക്ഷേ ഇപ്പോൾ അയച്ചതെന്നാണ് എൻസിപിയുടെ ചില സംസ്ഥാന നേതാക്കൾ പറയുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.